ഷീജ, ഈ മരിച്ച സതീഷ് പത്മതീർത്ഥക്കുളത്തിന്റെ ശുചീകരണ ജോലി ഏറ്റെടുത്ത കരാറുകാരനാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ബാങ്കിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജർ സമ്മർദ്ദം ചെലുത്തിയിരുന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും സിജു, ഏതായാലും ഉണ്ടായ കടബാധ്യത തന്നെയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും സതീഷിന് SBI ബാങ്കിൽ നിന്നും ഒരു വായ്പ 60 ലക്ഷത്തിന്റെ വായ്പ എടുത്തിരുന്നു. ആ വായ്പയുടെ തിരിച്ചടവ് ഒരു ഘട്ടം വരെ കൃത്യമായ രീതിയിൽ സതീശൻ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അത് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. തൊട്ടു പിന്നാലെയാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും ഈ SME ബ്രാഞ്ചിന്റെ മാനേജർ കൂടിയായിട്ടുള്ള വ്യക്തി ഇവിടെ സതീഷിന്റെ വീട്ടിലേക്ക് എത്തുകയും ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അടിയന്തരമായിട്ടുള്ള തുടർ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു. പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലാണ് എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കൂടുതൽ വായ്പ അനുവദിക്കാമെന്ന് ബാങ്ക് തന്നെ പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുദ്രാ ലോൺ അടക്കം എന്ന രീതിയിൽ വീണ്ടും 50 ലക്ഷം രൂപയുടെ വായ്പ കൂടി അനുവദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ 1,10 ലക്ഷം രൂപയുടെ ഒരു ബാധ്യതയിലേക്ക് സതീഷിനെ ഈ ബാങ്ക് തന്നെയാണ് കൊണ്ടുചെന്നെത്തിച്ചത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത്. ഏതായാലും ഇതേ തുടർന്ന് ജപ്തിയിലേക്കടക്കം കാര്യങ്ങൾ എത്തിയപ്പോൾ വലിയ തോതിൽ ഇവർ പ്രദേശവാസികൾ എല്ലാവരും സംഘടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ബാങ്കിന് മുന്നിലൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ ബാധ്യതയിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ സതീഷിനും ഭാര്യ ബിന്ദുവും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രദേശവാസികളിൽ നിന്നും ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വീട്ടിലുള്ളത്. അതിനുശേഷം മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇവിടെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. നിലവിൽ ഇതുവരെയായി ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പ്രദേശവാസികൾക്ക് തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ് പോലീസിനും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ബാധ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ ഈ സമരവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ബാധ്യത, ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യത തന്നെയാണ് ഈ കുടുംബത്തെ ഇപ്പോൾ ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിനും നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു.